നമസ്കാരം. ജ്യോതിഷ ദീപ ചാനലിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് പുതിയ ടോപ്പിക്കുമായി എത്തുന്നത് ജ്യോതിഷൻ ബിപിൻ നാരായണൻ, ഓണംകുന്ന് ഭഗവതി ക്ഷേത്രത്തിന് സമീപം ശ്രീഭദ്ര ജ്യോതിഷാലയം, കൂത്താട്ടുകുളം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ ജീവിത ദുരിതത്തിന് കാരണം എന്താണ്, അതിൻ്റെ അടിസ്ഥാന കാരണം എന്താണ്. അതിനൊരൊത്രേ ഉള്ളൂ, നമ്മുടെ പ്രാരാബ്ധ കർമ്മങ്ങളും സഞ്ചിത കർമ്മങ്ങളുമാണ്. നമ്മൾ മുൻജന്മാർജിതമായി വന്നിരിക്കുന്നതായ കർമ്മഫലങ്ങൾ ഈ ജന്മത്തിൽ വ്യാധി രൂപേണ അനുഭവിക്കുമെന്നാണ് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ചെയ്ത കർമ്മത്തിൻ്റെ ഫലത്തിൽ പുണ്യവും പാവവുമായ ഫലങ്ങൾ, അതായത് നമ്മുടെ മനസ്സിനെ ഉയർത്തുന്നതും മനസ്സിൽ ഇച്ഛാഭംഗം ഉണ്ടാക്കുന്നതുമായ കർമ്മങ്ങൾ, ഈ കർമ്മങ്ങൾ നമുക്ക് സാമ്പത്തികമായ ഭൗതികപരമായ ബുദ്ധിമുട്ടുകളിലേക്കും അതുപോലെ തന്നെ രോഗദുരിതങ്ങളിലേക്കും സന്താനനാശങ്ങളിലേക്കും സമ്പത്തുകളിലേക്കും ഒക്കെ ശക്തമായ സ്വാധീനം ചെലുത്തുന്ന ഒന്നാണ്. സമ്പത്ത് എന്ന് പറയുമ്പോൾ പണം, നമ്മളിന്ന് കാണുന്ന ധനം മാത്രമല്ല, നല്ല പുത്രസമ്പത്ത്, നല്ല സുഹൃത്ത് സമ്പത്ത്, നല്ല സമാധാനം, നല്ല ഐശ്വര്യങ്ങൾ, ഇതെല്ലാം തന്നെ വിദ്യ, അറിവ്, മനസ്സുഖം, ഇതെല്ലാം തന്നെ ഈ പറയുന്ന സമ്പത്തുകളിൽപ്പെട്ടതാണ്. നമ്മൾ ഏതെങ്കിലും ഒരു ജന്മത്തിൽ എന്തെങ്കിലും തെറ്റായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്തു പോന്നിട്ടുണ്ടെങ്കിൽ ആ കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കാൻ തക്കവണ്ണം നമ്മളെ വീണ്ടും ഈ ജന്മത്തിൽ പൂർണ്ണമായും പക്വതപ്പെടുത്തി എടുക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ അടിസ്ഥാനം. കർമ്മഫലങ്ങളെ നമുക്ക് പൂർണ്ണമായി മാറ്റുവാൻ കഴിയുന്നതല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ഉദാഹരണം, ഒരു മോര് പുളിച്ചതാണെങ്കിൽ അതിൻ്റെ അകത്ത് പാൽ ചേർക്കാം, കുടിക്കാൻ പാകത്തിന് ഉപ്പ് ചേർക്കാം, അങ്ങനെ നമുക്കത് ഉപയോഗിക്കാം, നല്ലതാക്കി മാറ്റി ഉപയോഗിക്കാൻ കഴിയും. പക്ഷെ ഒരിക്കലും അത് പാലാക്കി മാറ്റാൻ കഴിയില്ല, പ്രാരാബ്ധ കർമ്മം മാറ്റാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. സഞ്ചിത കർമ്മങ്ങൾ ആണെങ്കിൽ ആത്മീയാചാരങ്ങളിലൂടെ മാറ്റാൻ കഴിയും. നല്ല ഈശ്വരവിശ്വാസത്തിലൂടെയും കാര്യങ്ങളിലൂടെയും സത്സംഗം കൊണ്ടൊക്കെ എല്ലാവിധ നെഗറ്റീവ് കർമ്മങ്ങളിലെയും വിത്തുകളെ നശിപ്പിച്ചെടുത്ത് നമുക്ക് ഗുണകരമാക്കി മാറ്റുവാൻ കഴിയുമെന്നുള്ളതാണ്. ഒരാൾ മുൻ ജന്മങ്ങളിൽ ചെയ്ത കർമ്മങ്ങളുടെ ഫലം അയാൾ മരണശേഷം ആ ആത്മാവ് അതും പേറി വരുന്നതിനെയാണ് പ്രാരാബ്ധ കർമ്മം എന്ന് പറയുക. പ്രാരാബ്ധമായിട്ടുള്ള കർമ്മങ്ങൾ, സഞ്ചിത കർമ്മം അറിഞ്ഞോ അറിയാതെയൊക്കെ നമ്മൾ അറിയാതെ ചെയ്തു പോയ, അബദ്ധത്തിൽ ചെയ്തു പോയ കർമ്മങ്ങൾ, ഈ ജന്മങ്ങളിലൊക്കെ ചെയ്തു പോയ കർമ്മങ്ങളാണത്. ഒരാളെ പുകഴ്ത്തുമ്പോൾ നിങ്ങൾ അവരുടെ നല്ല കർമ്മം ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരാളെ കുറ്റപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾ അവരുടെ ദുഷ്കർമ്മങ്ങളെയും ഏറ്റെടുക്കുന്നു. അതുകൊണ്ട് ജ്ഞാനികളായ ആൾക്കാർ മറ്റുള്ളവരെ വേദനിപ്പിക്കാനോ അധികം പുകഴ്ത്തുവാനോ ഒന്നും പോകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ കർമ്മഫലങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നതിനായി ഈശ്വരനാമങ്ങളിലൂടെ മനസ്സിനെ എപ്പോഴും, നമ്മുടെ ഉള്ളിലായ ചൈതന്യത്തെ എപ്പോഴും പരമാത്മ ചൈതന്യവുമായി യോജിപ്പിച്ച് നിർത്തിക്കൊണ്ട് നമ്മൾ കൂടുതൽ സാക്ഷാത്കാരം നേടിയെടുക്കുക, അങ്ങനെ ഒരു കോൺഫിഡൻസ് നേടിയെടുക്കുക, അങ്ങനെ നമ്മൾ വിജയത്തിലേക്ക് പോവുക എന്നുള്ളതാണ് അതിനൊരു മാർഗം. അതുകൊണ്ട് ഈ പറയുന്ന 2 മന്ത്രങ്ങൾ ദിനവും നമ്മൾ ജപിച്ചു പോന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ പറയുന്ന ഗ്രന്ഥങ്ങളൊക്കെ നമ്മൾ അർത്ഥമറിഞ്ഞ് മനസ്സറിഞ്ഞ് വായിച്ച് മനസ്സിലാക്കി ബോധ്യപ്പെട്ട് മുമ്പോട്ട് പോയാൽ നമുക്ക് ഈ കർമ്മങ്ങളിൽ നിന്നൊക്കെ നല്ല രീതിയിൽ രക്ഷപ്പെടുവാൻ കഴിയും എന്നുള്ളത് പ്രത്യേകം സ്മരിച്ചുകൊള്ളുക. അതിലൊന്നാണ് പഞ്ചാക്ഷരി മന്ത്രം, ഓം നമഃ ശിവായ എന്ന മന്ത്രം. സർവഭാവങ്ങളെയും നശിപ്പിക്കുവാനും അല്ലെങ്കിൽ എരിച്ചു കളയുവാൻ, കത്തിച്ചു കളയുവാൻ ശ്രേഷ്ഠമായിട്ടുള്ള മന്ത്രങ്ങളിലൊന്നാണ് ഓം നമഃ ശിവായ. അത് ദിവസം 108 തവണ വീതം രാവിലെയും വൈകിട്ടും ജപിച്ചു പോന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പറയുന്നു, ഒരു 6 മാസം കൊണ്ട് നല്ലൊരു പ്രോഗ്രസ് നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായ കാര്യത്തിലും ഭൗതികപരമായ കാര്യത്തിലും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ ഓം നമോ നാരായണായ, നാരായണൻ ഹരി, പാപത്തെ ഹരിക്കുന്നവനാണ് ഹരി. ആ ഹരിയുടെ ഓം നമോ നാരായണായ എന്ന മന്ത്രം ജപിക്കുന്നതും ഏറ്റവും വിശേഷവും ശ്രേഷ്ഠവുമാണ്. അതുപോലെ ആത്മീയമായ അറിവുകളെ ഉയർത്തുവാൻ ഏറ്റവും ശ്രേഷ്ഠമായ ഗ്രന്ഥങ്ങൾ ഒന്നാണ് ദേവി മഹാത്മ്യവും ഭഗവത്ഗീതയും.
ദേവി മഹാത്മ്യവും ഭഗവത്ഗീതയും അതിൻ്റെ അർത്ഥങ്ങളും സാരാംശങ്ങളും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നിത്യമായി ജപിക്കുകയാണെങ്കിൽ നമുക്ക് പാപകറകളിൽ നിന്ന് രക്ഷപ്പെടുവാൻ കഴിയും. ഒരു താമര എങ്ങനെയാണോ ജലത്തിൽ വസിക്കുമ്പോൾ താമര ഇലകളിൽ ജലം പറ്റിപ്പിടിക്കാതിരിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ തന്നെ പാപങ്ങളുടെ കറകളൊന്നും തന്നെ നമ്മളിൽ പറ്റിപ്പിടിക്കുകയില്ല. കണ്ടകശിനിയെന്നും ഏഴരശിനിയെന്നും വ്യാഴപ്പിഴവെന്നും ഗ്രഹദോഷങ്ങളെന്നും പറഞ്ഞു വരുന്ന ദോഷങ്ങളെല്ലാം തന്നെ നമ്മുടെ കർമ്മത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് കർമ്മദോഷങ്ങളിൽ നിന്ന്, അടിസ്ഥാനപരമായ പരാപ്ത കർമ്മങ്ങളിൽ നിന്നും സഞ്ചിത കർമ്മങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ നേടുന്നതിനായി ഈശ്വരനാമം ഉൾക്കൊണ്ടുകൊണ്ട്, ഈശ്വരനാമം ജപിച്ചുകൊണ്ട്, ഈശ്വരനെ ശരണം പ്രാപിച്ച് ദൈനംദിനം മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ കുറേ നാളുകൾക്ക് ശേഷം ഈ പറയുന്ന എല്ലാവിധ ഗ്രഹപ്പിഴകളിൽ നിന്നും ഗ്രഹപീഠകളിൽ നിന്നും നമ്മെ രക്ഷിക്കും. ദേവി മഹാത്മ്യത്തിൽ പറയുന്ന പോലെ ഭയത്തിൽ നിന്നാണ് ബാധകൾ ഉണ്ടാകുന്നത്. നമ്മളെ ബാധിക്കുന്നത് എന്തും ബാധ തന്നെയാണ്. അതുകൊണ്ട് ഭയം ഒഴിവാക്കി ഈശ്വരനിൽ തന്നെ ശരണം പ്രാപിച്ച് മുമ്പോട്ട് പോയാൽ നമുക്ക് വരും ദിവസങ്ങൾ സ്വപ്നമാക്കി തീർക്കുവാനും ഭൗതികപരമായും ആത്മീയപരമായും ഉയർച്ച ഉണ്ടാക്കുവാനും എല്ലാവിധ സമ്പത്തുക്കളും നമ്മളിലെത്തുവാനും ആയുസ്സും ആരോഗ്യവും എത്തുവാനും ഇടവരുമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഞാൻ ജ്യോതിഷൻ വിപിൻ നാരായണൻ, ഓണാങ്കുന്ന് ഭഗവതി ക്ഷേത്രത്തിന് സമീപം കൂത്താട്ടുകുളം.